നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മരിയ വെറും മരിയ എന്ന സന്ധ്യാമേരി രചിച്ച ഒരു നോവലാണ്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്. 240 രൂപയാണ് വില വരുന്നത്. ഇനി നോവലിലേക്ക്. മരിയ എന്ന ഒരു പെൺകുട്ടി, അവൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവളുടെ ചിന്തയിലൂടെയാണ് ഈ നോവൽ മുന്നേറുന്നത്. മരിയയ്ക്കൊപ്പം കൊട്ടാരം വീട്ടിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് കഥാകാരി. അവിടെ നമുക്ക് സ്ഥിരം നോവലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. മരിയൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഒരു വേറിട്ട അനുഭവമാണ്. ഇവിടെ നമുക്ക് സംസാരിക്കുന്ന ചാണ്ടിപ്പട്ടിയെ പരിചയപ്പെടാം. അതുപോലെ തന്നെ കന്നന്തിരിവ് കാണിക്കുന്ന അമ്മിണിത്തത്തയും കാണാം. മാത്രമല്ല, ഈ കോഴീനെയും പൂച്ചേനെയും ഒക്കെ രക്ഷിച്ച് ബോറടിക്കുമ്പോൾ വേൾഡ് ടൂർ നടക്കുന്ന ഗീവർഗീസ് സഹതയെ കാണാം. അതുമാത്രമല്ല, പാവങ്ങൾക്ക് വേണ്ടി വിപ്ലവം സംസാരിക്കുന്ന കർത്താവ് ഈശോമിശിഹായെ നമുക്ക് മരിയയുടെ കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മരിയ ഒട്ടും നോർമലല്ല. പക്ഷെ മരിയ കുഞ്ഞിലെ തൊട്ട് അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. മരിയ ജീവിച്ചത് മുഴുവനും മരിയയുടെ അമ്മയുടെ അച്ഛന്റെ കൂടെയാണ്, ഗീവർഗീസ്. സാധാരണ അച്ഛനും മകൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അതിനപ്പുറത്തേക്കാണ് ഗീവർഗീസും മരിയയും തമ്മിലുള്ള ബോണ്ടിങ് എഴുത്തുകാരി നമുക്ക് കാണിച്ചു തരുന്നത്. മരിയൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ രസകരമായി, ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പലപ്പോഴും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നർമ്മരസങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് രസകരമായൊരു നോവലാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.